ഡ്രം സീഡർ ഉപയോഗിച്ച് വിതയ്ക്കുമ്പോൾ വിത്ത് വീണ് കിടക്കുന്ന കണ്ടോണേ. ഇതുണ്ടോ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിത്ത്. 1 2 3 4 5 6 7 8 9 വിത്ത്. ഇതിനിപ്പറേ 2 വിത്തേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടോ, വിത്ത് ഇങ്ങനെ കിടക്കുന്ന തന്നെ കാണാൻ ഒരു ലൈനുണ്ട് കണ്ടോ. അതേ ലൈൻ ഇനിയിപ്പം നെല്ലുണ്ടായി കഴിയുമ്പോഴും ഇതേ ലൈൻ കറക്റ്റ് 13 സെൻറ്റിമീറ്റർ അകലത്തിൽ ഉണ്ടോ, നിശ്ചിതമായ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിലൂടെ എനിക്ക് കൃത്യമായിട്ട് കതിര് വരുന്നിടം വരെ ഈ വിടവിലൂടെ എനിക്ക് നടക്കുകയും ചെയ്യാം. എല്ലാ ആംഗിളിൽ നിന്നും സൂര്യപ്രകാശം ഒരേ രീതിയിൽ കിട്ടും. കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എല്ലാ ആംഗിളിൽ നിന്നും ഒരേ രീതി നമുക്ക് സൂര്യപ്രകാശം കിട്ടും. അതാണ് ഈ കൃഷി രീതിയുടെ പ്രത്യേകത. അപ്പം നെല്ല് മാക്സിമം നല്ല ഒറ്റാല് പോലെ നിൽക്കും. അതിന് വരുന്ന കതിരുകൾക്ക് സാധാരണ 120 മണി പിടിക്കുമ്പോൾ ഇത് 160 മണി ഒരു കതിരെ കാണും. അതാണ് എൻ്റെ പ്രത്യേകത. അതിൽ 155 എണ്ണവും നമുക്ക് കരയ്ക്ക് കയറും. അത് ഉള്ള നെല്ലെന്ന് പറഞ്ഞാൽ നല്ല ചക്കക്കുരു പോലത്തെ നെല്ലായിരിക്കും. അതായിരിക്കും ഈ കൃഷി രീതിയുടെ ഒരു നേട്ടമെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളിത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഓരോരുത്തരും ഇത് കണ്ട് അനുകരിച്ച് പുറകെ വരുന്നുണ്ട്. എൻ്റെ ആശാനെന്ന് പറഞ്ഞാൽ സോജൻ വടക്കേറ്റമാണ്. അവനാണ് ഇതെന്നെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു.